ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇഫ്താറിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. നമ്മുടെ ബാംഗ്ലൂരിൽ ഒരുപാട് സ്ഥലത്ത് ഇപ്പം ഇഫ്താർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്ട്രീറ്റും അതിൻ്റേതായിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഫുഡുകളും ഉള്ള ഒരുപാട് സ്റ്റോളുകളുണ്ട്. അപ്പം നമ്മുടെ പല സ്ഥലങ്ങളിലും പോകുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നമ്മുടെ കോർമംഗല ആ സൈഡിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശിവാജി നഗറിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചു ഇത്രയും തിരക്കായതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് നമുക്കിതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ കസിൻ ചേട്ടന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 3 പേരും കൂടെയാണ് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം ചേട്ടനാണെങ്കിൽ ഇവിടെ ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ച് വൈകുന്നേരം ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങളൊരു 6:45 ആയപ്പോഴാണ് ഇറങ്ങിയത്. അപ്പം ഞങ്ങൾ ആദ്യം ഒരു സ്ഥലത്ത് പോയപ്പോഴത്തേക്ക് അവിടെ ഏകദേശം ഒരു 6:45 ആയതേ ഉള്ളൂ. അപ്പോഴത്തേനും അവിടെ ഫുഡെല്ലാം ഫുൾ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ വേറെ സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അങ്ങനെ അവിടെ ഒരു സ്ട്രീറ്റ് വന്നതാണേ. beef chick roll we do it in camel bhaiya pattar gosh beef pattar gosh beef chick chicken chick malai chicken malai haryali tandoori mixed bhi hai beef tawa pal you can eat then after that yeah fine pasara roll വെറൈറ്റി ഐറ്റം ആയതുകൊണ്ട് തന്നെ നമുക്കെല്ലാം അത്ര പരിചയവുമില്ല. അപ്പം നമ്മൾ ആ കടയിലുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ട് ഇതെന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ചേട്ടൻ ആദ്യം തന്നെ ഒരു ചിക്കൻ്റെ ഒരു സംഭവം മേടിച്ചു. ഇതിൻ്റെ പേര് പറഞ്ഞായിരുന്നു, ഞാൻ പേര് മറന്നുപോയി. അപ്പോൾ അത് കഴിച്ചപ്പോൾ എനിക്ക് നമ്മുടെ പപ്സിൻ്റെ ഒരു ടേസ്റ്റ് ഓർമ്മ വന്നത്, ചിക്കൻ പപ്സില്ല അതിൻ്റെ ഒരു ടേസ്റ്റ് ഓർമ്മ വന്നത്. അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോന്നായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാം ഒന്നും ട്രൈ ചെയ്തില്ല. ഇവരിങ്ങനെ കഴിക്കുമ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നേ ഉള്ളൂ. ഞാൻ അതൊന്നും കഴിച്ചില്ല. ഇവർ രണ്ടാളും കൂടെയാണ് കഴിച്ചത്. കാരണം ഇവർ രണ്ടുപേരും വളരെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ അവരിങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നേ. എനിക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്തില്ലെങ്കിലും ഇതൊക്കെ കാണാനും ഒക്കെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ പ്രാവശ്യം ബാംഗ്ലൂരിലുണ്ടെങ്കിൽ നമുക്കിത് കാണാൻ പോകണം എന്ന്. എന്തായാലും ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ളൊരു ഭാഗ്യം ലഭിച്ചു. എന്തായാലും അടിപൊളിയായിരുന്നു. കാരണം ചേട്ടനും കൂടെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചും കൂടെ എൻ്റർടൈനിങ് ആയി. കാരണം ചേട്ടന് എല്ലാവരുമായിട്ട് പെട്ടെന്ന് കമ്പനിയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കടകളിലൊക്കെ എല്ലാവരോടും അങ്ങോട്ട് ചോദിച്ച് സംസാരിച്ച് അതൊക്കെ ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളെങ്കിലും അടിപൊളിയാണ്. പക്ഷേ ചേട്ടനോട് വന്നപ്പോഴത്തേക്ക് കുറച്ചും കൂടെ അടിപൊളിയായി. കാരണം എല്ലാവരുമായിട്ടൊക്കെ ഒന്ന് പെട്ടെന്ന് പരിചയപ്പെടാൻ നമ്മളെക്കാട്ടിലും ചേട്ടനാണ് കുറച്ചും കൂടെ അതിനുള്ളൊരു ടാലൻ്റ് ഉള്ളത്. പെട്ടെന്ന് എല്ലാവരുമായിട്ടും മിങ്കിളാവും. അങ്ങനെ അടിപൊളിയായിരുന്നു. ഞങ്ങളുടെ ആ ഒരു ദിവസം അടിപൊളിയായിരുന്നേ. ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ ക്യാമലിൻ്റെ ഒരു വെറൈറ്റി ഫുഡ് കൊടുക്കുന്നുണ്ടെന്ന് കണ്ട് ഞങ്ങൾ ആ ബോർഡ് കണ്ടു. അപ്പോൾ തന്നെ ചേട്ടനും വിവേകം പറഞ്ഞു അവർക്കത് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരത് ഓർഡർ ചെയ്തു. ഒരു പീസ് ഓർഡർ ചെയ്തു. അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് വേറെ മേടിച്ചാൽ മതി. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ്, അവർ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്യുന്നത്. ഞാൻ ട്രൈ ചെയ്യാൻ നിന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഞാൻ അങ്ങനെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ ഞാൻ കഴിച്ചില്ല. അവർ ട്രൈ ചെയ്തു. അപ്പം ചേട്ടൻ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് ഹാർഡാണ് ആ ഒരു എന്താ പറയുന്നത് മീറ്റ്, അത് കുറച്ച് ഹാർഡാണ്. അങ്ങനെയുള്ള ടേസ്റ്റ് വലിയ വ്യത്യാസമൊന്നും ഇല്ലെന്ന് വിവേക് പറഞ്ഞു. രണ്ടുപേർക്കും അത് ഇഷ്ടപ്പെട്ടു. ക്യാമൽ പത്തർ ഗോഷോ അങ്ങനെ കണ്ടാണ് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം കണ്ട ആൾ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവരത് ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളിയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇങ്ങനെയുള്ള ചോക്ലേറ്റ് അതൊക്കെയാണ് എനിക്ക് താല്പര്യം ട്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ചോക്ലേറ്റ് ഫൗണ്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ സ്ട്രോബെറിയിൽ മിക്സ് ചെയ്തിട്ട് ഈ ചോക്ലേറ്റ് തരും. ഇത് ഒരുപാട് റീൽസുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഈ ഒരു ചെറിയ ഗ്ലാസ്സിന് പക്ഷേ 100 രൂപയാണ് കേട്ടോ. എന്തായാലും കുഴപ്പമില്ല. ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് അത് സംഭവം ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ചോക്ലേറ്റും സ്ട്രോബെറിയുടെ ആ ഒരു പുളിയും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ചേട്ടനും വിവേകവുമാണ് അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ചേട്ടനും കൂടെ കൊടുത്തു സ്വല്പം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് എനിക്ക് മേടിച്ചതുകൊണ്ട് ഞാൻ അധികം ഷെയർ ചെയ്തില്ല. ഞാൻ ഇച്ചിരി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞു ഇത്രയൊക്കെ ഫുഡ് കഴിച്ചതുകൊണ്ട് തന്നെ ചേട്ടൻ പറഞ്ഞു ദാഹിക്കുന്നു, നമുക്ക് എന്തെങ്കിലും വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു എനിക്കത് വേണ്ടാന്ന്. അപ്പം പിന്നെ ഇവരാണ് ഒരുപാട് കടകളിൽ പോയി എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു എങ്ങനെയുണ്ടെന്നൊക്കെ. അങ്ങനെ ലാസ്റ്റ് ചേട്ടൻ ഒരു റിഫ്രഷ്മെൻ്റ് ആയിട്ട് ഒരു ഇതും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഷേക്ക് പോലത്തെ എന്തോ ഒരു സംഭവം. പക്ഷെ അത് കുടിച്ചപ്പോഴത്തേക്ക് ചേട്ടൻ ഓൾറെഡി പനിയും കൂടെ ആയി. ഇവിടുന്ന് പോകുന്നപ്പോഴത്തേക്ക് ചേട്ടന് പനിയുമായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പായിരുന്നു അത്. അപ്പം എന്തോ അത് ശരിയായി
ഇഷ്ടമായില്ല. പിന്നെ അത് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് അതിന് പിസ്തയുടെ ആണെന്ന് തോന്നുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനും 100 രൂപയായിരുന്നേ. അപ്പോൾ അതും കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു സമൂസയും കൂടെ കഴിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു പരിപാടി ഒരു വൈൻഡപ്പ് ചെയ്തത്. സംഭവം എന്തായാലും ഈ ഒരു ഫുഡിൻ്റെ ഒരു എക്സ്പ്ലോർ ചെയ്തത് വളരെ അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് സ്റ്റോളേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഫുഡെല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. ഇത് വ്യാഴാഴ്ച വരെ ഉള്ളൂ അവർ സ്റ്റോളെന്ന് അവർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എന്തായാലും അത് അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചുമ്മാതെ സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ നടന്നപ്പോൾ ഒരു കട കണ്ടു. അപ്പോൾ അവിടെ ആണെങ്കിൽ ഇതാ ഈ ഒരു ടോയ് കണ്ടേ, എന്തോ ഒരു കളിപ്പാട്ടം, എന്തോ ഒരു വണ്ടിയുടെ എന്തോ, അത് എനിക്ക് അതിൻ്റെ സംഭവം മനസ്സിലായില്ല. അപ്പോൾ ഇവർ രണ്ടുപേരോട് ചോദിക്കുന്ന കണ്ടുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. എന്തോ 350 റുപ്പീസാണ് അവർ പറഞ്ഞത്. ഇവർ ബാർഗെയിൻ ചെയ്ത് നോക്കി, എന്തായാലും കുറച്ച് കൊടുത്തില്ല. എന്തോ ട്രക്കായിരുന്നു തോന്നുന്നു കേട്ടോ. എന്തായാലും പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു സ്റ്റോൾ കണ്ടേ. ഇവർ മലയാളികളായിരുന്നു, അത്തറായിരുന്നു ഇവരുടെ സ്റ്റോളിലുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പൊതുവേ അത്തർ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ അത്തര പെർഫ്യൂംസ് ഒക്കെ ഇഷ്ടമായതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഉള്ള സ്റ്റോളുകളൊക്കെ കാണുമ്പോൾ നമ്മൾ അത് നോക്കി ട്രൈ ചെയ്ത് നോക്കുവേ. അപ്പം എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു. അവർ നന്നായിട്ട് എന്താ പറയുന്നത്, നല്ലതായിട്ട് നമുക്ക് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും പിന്നെ അത് അവർക്ക് അങ്ങനെ എന്താ പറയുക, നമ്മൾ ഓരോ പെർഫ്യൂം നോക്കുമ്പോഴാണെങ്കിലും അവർ നമ്മളെ ഇങ്ങനെ എന്തായാലും നല്ലതായിരിക്കും, ബെറ്റർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമുക്കിങ്ങനെ സജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവരെ. അങ്ങനെ ഞങ്ങൾ അതും ഒക്കെ നോക്കി. അവിടെ നിന്ന് ഞങ്ങൾ ചേട്ടൻ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോക്കി ഞങ്ങൾ അവരോടും ചേട്ടൻ ഇങ്ങനെ കുറേ നേരം വർത്താനം പറഞ്ഞു. അതിൻ്റെ അപ്പുറത്തും കുറേ സ്റ്റോളുകളുണ്ട്, അവരോടൊക്കെ വർത്താനം പറഞ്ഞു. എല്ലാവരുമായിട്ടും കമ്പനിയായി. എല്ലാം നല്ലൊരു ഡേ ആയിരുന്നു. എല്ലാവരുമായിട്ടും ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. അല്ലാതെ ഞങ്ങൾ നോർമലി പോവുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ അധികം ആൾക്കാരോട് അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ സംസാരിക്കാറില്ല. ഞങ്ങൾ പോകും, തിരിച്ചു വരും എന്നല്ലാതെ ഒരുപാട് ആൾക്കാരോട് അങ്ങനെ ഞങ്ങൾ മിങ്കിൾ ചെയ്യാറില്ല. പക്ഷെ ചേട്ടൻ വന്നുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെട്ടു. അത് നല്ലൊരു ഡേ ആയിരുന്നേ. പേരെന്താടാ? പറയടാ. കച്ചവടം നടക്കുന്ന സ്ഥലമല്ലേ? അങ്ങനെ അതും കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വീണ്ടും ഒരു ഡ്രസ്സിൻ്റെ കട കണ്ടു. അപ്പോൾ അവിടെ കയറി കുറച്ച് ഡ്രസ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെയും കയറി. അവിടെ നിന്നും കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഏകദേശം ഒരു സമയം ഒരു 11 മണി ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഓൾറെഡി ഫുഡ് കഴിച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചത് 6 മണിക്കാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഡിസൈഡ് ചെയ്ത് റോളിൽ ഞങ്ങൾ ഉറപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ 3 റോള് മേടിച്ചു. അങ്ങനെ അതും മേടിച്ച് ഏകദേശം ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നു. നല്ലൊരു ഡേ ആയിരുന്നു, ഒരു ഹാപ്പി ഡേ ആയിരുന്നു. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി വേറൊരു വീഡിയോ കാണാം. ടാറ്റാ, ബൈ.